സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനം എല്ലാ വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നത് CJP എന്ന പേരിൽ കുറച്ച് യുവാക്കൾ, അതൊരു യുവജന സംഘടനയാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയാറായിട്ടില്ല. ഏതായാലും CJPയുടെ ഡൽഹി സമരം ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ചേരുന്നു? ആ ചേരുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് CJPയുടെ ലക്ഷ്യം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആണ് എന്നുണ്ടെങ്കിൽ അത് രാജി തന്നെയാണോ, അതോ മറ്റ് പലരുടെയും ഒക്കെ മറ്റാരുടെയെങ്കിലും ഒക്കെ ഗൂഢ ലക്ഷ്യമാണോ ഇതിന് പിന്നിലുള്ളത്? ആദ്യമായിട്ട് ഈ കോൺഗ്രസ് ഇപ്പോൾ ഇതിൽ അണിചേരുന്നു. കോൺഗ്രസ് വളരെ വൈകിപ്പോയില്ലേ സാർ? ഈ പരീക്ഷാ ക്രമക്കേടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിൽ വൈകിപ്പോയില്ലേ? എന്നിട്ട് ഇപ്പോൾ ഇതിൽ വന്ന് ഇടപെടുന്നു. എന്താണ് സാർ ഇതിൽ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷികളുടെയും വിശേഷിച്ചും പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയമാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ CJPയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്കൊന്നും എടുത്ത് പ്രത്യേകിച്ച് പറയാൻ പറ്റും. അത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ നമ്മുടെ മുമ്പിൽ കാണുന്ന ചില സംഗതികളുണ്ട്. ഉദാഹരണത്തിന് യുവാക്കളുടെ ഇടയിൽ, അതായത് യുവാക്കളുടെ ഇടയിൽ വളരെ അതിശക്തമായിട്ടുള്ള ചില ആശങ്കകളുണ്ട്, അതേപോലെ അവ്യക്തതകളുണ്ട്, സംഘർഷങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അവ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ മാറുന്ന കാലവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ഈ മാറിയ കാലത്തിന്റെ പ്രത്യേകതയാണ് ഈ യുവാക്കൾ ഒരു രാത്രി കൊണ്ട്, അല്ലെങ്കിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ആഹ്വാനം വന്ന് ഒരു രാത്രി കൊണ്ട് കോടികളാണ് അതിന് ഫോളോവേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഇത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാറിയ കാലഘട്ടത്തിൽ ഈ മീമുകളാണ് ഭരിക്കുന്നത്. മീമുകൾ എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു രസം നൽകുന്ന സംഗതിയാണ് മീമുകൾ എന്ന് പറയുന്നത്. നമ്മളൊരു കുലുക്കി സർബത്ത് കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു കിക്കുണ്ടല്ലോ, അപ്പൊ അത് തേടി നടക്കുന്ന ഒരു അവസ്ഥ. അത് ഈ പറഞ്ഞതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്ത് പറയണം, അല്ലെ എന്താണ് സംവദിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് വ്യക്തതയില്ലായ്മ പൊതുവിൽ സമൂഹത്തിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നേതൃത്വമില്ലാത്ത ഒരു രാജ്യത്തിന്റെ ഒരു സ്വഭാവമാണ്. നേതൃത്വമില്ലാത്തെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടും ചിന്താപരമായിട്ടും ഒരു നേതൃത്വമില്ലായ്മയുടെ ലക്ഷണമാണ് അതിന്റെ കാരണം. അപ്പൊ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു പ്രതിപക്ഷ കക്ഷി, ഒരു രാജ്യത്തിന്റെ ഭരണകക്ഷിയേക്കാൾ കൂടുതൽ സാമൂഹികമായ ഒരു ബാധ്യത ഏറ്റവും കൂടുതലുള്ള പ്രതിപക്ഷത്തിനറിയാം. ഈ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഏറ്റെടുക്കേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അത് ഇവിടുത്തെ യുവത്വത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, യുവാക്കളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, യുവതികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ആ പ്രശ്നങ്ങളിലൊന്നും ഏറ്റെടുക്കാതെ അതിനൊരു രാഷ്ട്രീയ മുഖമോ അതല്ല അതിനെ രാഷ്ട്രീയമായിട്ട് കാണാനായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്, വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൽ പ്രധാന കാരണം. ഇപ്പൊ ഈ സമരം ആരംഭിച്ചു. ഉദാഹരണത്തിന് CJPയുടെ സമരം ഇനി ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുക BJP ആണ് അതിന്റെ പിന്നിലെന്ന് വിചാരിക്കുക, അതല്ല മറ്റേതെങ്കിലും വിദേശ ഫണ്ടിങ് ഏജൻസികളാണ് അതിന്റെ പിന്നിലാണെന്ന്, അത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത് ഏത് സംഗതി ഏത് രീതിയിൽ വികസിച്ചു വന്നു കഴിഞ്ഞാലും അതിനെ തങ്ങളുടെ ഒരു സാമൂഹിക പ്രതിബദ്ധതയോട് ചേർത്ത് നിർത്തി അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അത് ഇപ്പൊ ഈ CJP ഉയർത്തിയ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് വളരെ അവർക്ക് ഭയങ്കര പാപ്പരത്വം. കാര്യം എന്ത് ദിശയിലേക്ക് പോകണം, ഏത് ദിശയിലേക്ക് പോകണം എന്നൊന്നും അറിയാൻ വയ്യാതെ വെറും ഈ കോക്രോച്ച് ജനതാ പാർട്ടി അനൗൺസ് ചെയ്തുകൊണ്ടുള്ള അഭിജിത് ദീപ്കയുടെ ആദ്യത്തെ പോസ്റ്റ് തന്നെ പറഞ്ഞത് മടിച്ചികൾക്കും മടയന്മാർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിലൂടെ തന്നെ കോക്രോച്ചിന്റെ പടമൊക്കെ വെച്ച് യഥാർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ആ സ്പിരിറ്റ് ഉൾക്കൊള്ളാതെയാണ് ഈ കോക്രോച്ച് പാർട്ടി അതിന് രൂപം കൊടുത്തതിന്റെ പിന്നിലുള്ള വികാരം എന്ന് പറയുന്നത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നമ്മുടെ ഉദ്ദേശിച്ചത് ഈ യോഗ്യതയില്ലാത്തവരും ഈ പറഞ്ഞതുപോലെ കോടതിയുടെ സമയം കളയാനായിട്ട് മെനക്കെട്ട് കിടക്കുന്ന കുറേ വിഭാഗം ആൾക്കാരുണ്ട്, അവരെയാണ് അദ്ദേഹം കോക്രോച്ച് വിളിച്ചത്. അല്ലാതെ ജോലിയില്ലാത്തവരെയോ അല്ലെങ്കിൽ വിദ്യാസമ്പന്ന യുവാക്കളെ യുവതികളെ ഒന്നുമല്ല. പക്ഷെ അവിടെ പോലും ഈ പറഞ്ഞതുപോലെ ഈ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ഈ അഭിജിത് ദീപ്കയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്.
അത് പോട്ടെ, അത് മാറ്റിവെക്കാം. പക്ഷെ ഇവിടെ ഈ മടിച്ചുകൾക്കും മടയന്മാർക്കും സ്വാഗതം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ആ ഒരു ക്യാപ്ഷൻ തന്നെ ഒരു രാത്രി കൊണ്ട് കോടികളിലേക്ക് അനുയായികളുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഈ ഈ മീമിന്റെ പിന്നാലെ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഈ വൈകാരികമായിട്ട് എന്തോ അവരുടെ തലമുറയുമായിട്ട് ബന്ധിപ്പിക്കുന്ന എന്തോ ഒരു സംഗതി, ഒരു ഫ്രസ്ട്രേഷൻ, ഒരു പ്രതിഷേധം, അതല്ലെങ്കിൽ എന്തോ ഒരു വിദ്വേഷം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. അപ്പൊ അതിനെ പ്രകാശിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം, അധികാരത്തിനോട് പ്രതിഷേധിക്കാൻ പറ്റിയ ഒരു അവസരം, കോടതിയോട് പ്രതിഷേധിക്കാൻ പറ്റിയ ഒരു അവസരം, ഇങ്ങനെയൊക്കെ ഒരുപാട് അമർഷങ്ങൾ നമ്മുടെ ഇന്ത്യൻ യുവാക്കളിലും ജനതയിലും ഉണ്ട്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും അതിന് അനുസൃതമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ഭരണപക്ഷത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന്റെ ദൗത്യം. പക്ഷെ ഇവിടെ അത് ചെയ്തില്ല. ഇവിടെ സോനം വാങ്ചുക്ക് നിരാഹാര സമരം തുടങ്ങി. ആ നിരാഹാര സമരം തുടങ്ങിയപ്പോൾ ശരിക്കും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നടപടിയാണ് രാഹുൽ ഗാന്ധിയും വിശേഷിച്ചും കോൺഗ്രസ് പാർട്ടിയും ചെയ്തത്. മാത്രമല്ല, അദ്ദേഹം പിന്നെ വിദേശ ട്രിപ്പിന് പോവുകയും ചെയ്തു. കോൺഗ്രസ് എന്നുള്ളൊരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത് പോലും നമ്മൾ അറിയാൻ ആ സമര കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടായി. അതേസമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നു, ഒരുപാട് പാർട്ടികൾ വരുന്നു, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇടതുപക്ഷ സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൂട്ടത്തിൽ നിരാഹാരം തുടർന്നു. ഇതൊക്കെ പ്രക്രിയ നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി നാട്ടിലുമില്ല. അവസാനം നാട്ടിൽ വന്നതിന് ശേഷമാണ്, ഇതിനിടയ്ക്ക് പവൻ ഖേര ഒന്ന് വന്നിട്ട് പോയി. മറിച്ച് ഈ വാങ്ചുക്ക് നിരാഹാര സമരം തുടങ്ങിയ സമയത്ത് ആ നിരാഹാര സമരത്തോടു കൂടി, അല്ലെങ്കിൽ വാങ്ചുക്ക് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആ ബഹുമാനവും കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിയിട്ട് ആ നിരാഹാര സമരത്തിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അന്നു മുതലേ കോൺഗ്രസ് പാർട്ടി ഈ സമരത്തിന് പിന്തുണ നൽകിയിട്ട്, ഒന്ന് സങ്കല്പിച്ചു നോക്കുക, വാങ്ചുക്ക് അറസ്റ്റിലായതിനു ശേഷം രാഹുൽ ഗാന്ധി അതേ വേദിയിൽ നിരാഹാരം കിടക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടുമായിരുന്ന ആ ഒരു ജനങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു അംഗീകാരവും സമ്മതവും ഒക്കെ എത്ര വലുതാകുമായിരുന്നു. മാത്രമല്ല, ഒരു രാഷ്ട്രീയമായിട്ട് അത് മാറ്റുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു വിഷയത്തിന്റെ രാഷ്ട്രീയപരമായിട്ട് ഈ CJP പരാജയപ്പെട്ടു പോയി. കാരണം ഒരു മന്ത്രി രാജിവെക്കുക എന്നുള്ളതിലൂടെ എന്താണ് ഈ CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. മന്ത്രി രാജിവെക്കുന്നതല്ല ഇവിടെ പ്രശ്നം. കാരണം ഒരു സിസ്റ്റം തകരാറിലായിപ്പോയി. ആ സിസ്റ്റം എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ്, അതായത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏക വാതായനമാണ് 10ാം ക്ലാസ് മുതലുള്ള മേൽപോട്ടുള്ള എല്ലാ പരീക്ഷകളും. ഈ പരീക്ഷാ സംവിധാനങ്ങളെല്ലാം തകരാറിലാവുക എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സാധാരണ ജനതയുടെ പ്രതീക്ഷയുടെ മുമ്പിൽ ഒരു കർട്ടൻ അല്ലെങ്കിൽ തിരശീല വീഴുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഹൈലൈറ്റ്. അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം. പിന്നെ യോഗ്യതയില്ലാത്ത ആൾക്കാർ ഈ കൈക്കൂലി കൊടുത്തും അതേപോലെയുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയൊക്കെ പരീക്ഷ പാസ്സായിട്ട് ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധി, അയോഗ്യരായിട്ടുള്ള വ്യക്തികൾ യോഗ്യത ആവശ്യമുള്ള സ്ഥാനങ്ങളിൽ വന്നിരിക്കുകയും, ഉദാഹരണത്തിന് മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, അതൊക്കെ രാജ്യം നേരിടുന്ന ദുരന്തമായി പിന്നീട് മാറും. അപ്പൊ ഈ രണ്ട് വിഷയങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനെ മുഖമാക്കിക്കൊണ്ട് ഈ ഒരു അജിറ്റേഷനിൽ കോൺഗ്രസിന് വേണമെങ്കിൽ ഈ CJPയുടെ പിന്തുണ അല്ലെങ്കിൽ CJPയെ കൂടെ കൂട്ടാനായിട്ടുണ്ടായിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് കളഞ്ഞു ഒളിച്ചു. ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ച് നോക്കുക, സേവ് ഇന്ത്യൻ യൂത്ത് അല്ലെങ്കിൽ സേവ് ദ ഇന്ത്യൻ യൂത്ത് എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്ലോഗനും ഒക്കെ സൃഷ്ടിച്ച് ആ രാഷ്ട്രീയത്തെ മുഖമാക്കിക്കൊണ്ട് രാജ്യത്തുടനീളം ഈ ഒരു കാരണം കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടേതായുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ഉണ്ടായ അണികളെയും ഉത്തേജിപ്പിച്ച് ഒരു രാഷ്ട്രീയമായ ഒരു വിഷയം ഇന്ത്യയിലെ യുവാക്കളുടെ യുവതി യുവാക്കളുടെ മുമ്പിലുള്ള അവസരം ഇതാ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഈ സംവിധാനം കൊണ്ടാണ്. ഈ സംവിധാനത്തെ കുറ്റമറ്റതാക്കാനായിട്ട് സർക്കാരിനെ പ്രേരിപ്പിക്കുക, സർക്കാരിന് അതിനെക്കുറിച്ച് നടപടിയെടുക്കാനായിട്ട് ബാധ്യസ്ഥമാകുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന് കുറ്റമറ്റതായ ഒരു നടപടിക്ക് നീങ്ങുകയും പ്രതിപക്ഷവുമായിട്ട് ചർച്ചയ്ക്കിരിക്കേണ്ടി വരികയും ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള കുറ്റമറ്റമായ സംവിധാനത്തിലേക്ക് ഈ പരീക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അവിടെ ഈ കോൺഗ്രസിന് അവിടെ പരാജയപ്പെട്ടു പോയി. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഇതിപ്പോ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഒരു സൂത്രപ്പണിയാണ് കാണിച്ചത്. പ്രതിപക്ഷത്തിലെ മറ്റെല്ലാ പാർട്ടികളും ഉണ്ട്, അവരെ കൂടെ കൂട്ടിയില്ല. മറിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ജന്മദിനമാണെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി ഒരുമാതിരി കുട്ടികൾ കാണിക്കുന്നത് പോലെ
ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ പോയി കുത്തിയിരിക്കുന്നു. വലിയ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന അവസ്ഥ വരുന്നു. ശരിയാണ്, ലോകം ശ്രദ്ധിച്ചു, രാജ്യം മുഴുവൻ ശ്രദ്ധിച്ചു. പക്ഷേ അതിലൂടെ അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊളിറ്റിക്കൽ വിഷയത്തിനെ അഡ്രസ് ചെയ്യാനല്ല, രാഷ്ട്രീയമായ വിഷയത്തിന് ഒരു പരിഹാരം കാണാനല്ല അവർ ശ്രമിച്ചത്. മറിച്ച് CJPയിൽ നിന്ന് ഈ സമരത്തെ തങ്ങളിലേക്ക് അടിച്ചു മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ലക്ഷ്യം ഈ യുവാക്കളുടെ പ്രശ്നത്തിലേക്ക് പോയില്ല. അവിടെ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് പരാജയപ്പെട്ടു. അവിടെയും ഒരു മീം എഫക്റ്റിലേക്ക്, എങ്ങനെയാണ് ഒരു സോഷ്യൽ മീം ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഒരു പ്രക്രിയയായി പോയി. കഴിഞ്ഞ ദിവസം ഈ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ കോൺഗ്രസ് MP മാരും മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ധർണ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടും ഈ വിഷയം അഡ്രസ് ചെയ്യപ്പെടാതെ പോകും. ഇപ്പൊ ഇന്ന് വീണ്ടും ഈ പറഞ്ഞതുപോലെ ഡൽഹിയിൽ യാതൊരു ഒരു ദിശാബോധവും ഇല്ലാതെ CJP പ്രവർത്തകര് അവിടെ ധർണയിരിക്കുന്നു. അവരുടെ ഏക ആഗ്രഹം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുകൊണ്ട് ഈ വിഷയം അവിടെ അത് അവസാനിക്കുന്നില്ല. കാരണം ധർമ്മേന്ദ്ര പ്രധാനല്ല, അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് രാജിവെക്കാനുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കണം. ഈ BJP ഗവൺമെന്റ് മുഴുവൻ രാജിവെക്കുക, പരീക്ഷ ഇത് ഭദ്രമായി നടത്താനുള്ള സംവിധാനത്തിലേക്ക് പോവുക, അതല്ലെങ്കിൽ രാജ്യം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുക തുടങ്ങിയിട്ടുള്ള രീതിയിൽ വെക്കണം. മറിച്ച് ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും, അപ്പൊ അതിന് ഒരു കാരണവശാലും ഈ സർക്കാരിന് അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ തങ്ങളുടെ അതിന്റെ പാപഭാരം ഏറ്റെടുക്കുന്ന തുല്യമായിരിക്കും. അതൊരു പൊളിറ്റിക്കൽ പാർട്ടി അത് ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രായോഗികമായ രീതിയിൽ ഇപ്പൊ എങ്ങനെയാണ് ഈ പരീക്ഷാ സമ്പ്രദായം കുറ്റമറ്റതാക്കുന്നത്, അതിനെന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം രീതിയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പുതിയ അന്വേഷണം ഇതിനെക്കുറിച്ച് ആരംഭിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഇപ്പം പലതരം അന്വേഷണ സംവിധാനങ്ങളുണ്ട്. ആ അന്വേഷണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ച ഒരു അന്വേഷണ സംവിധാനത്തെ തെരഞ്ഞെടുത്തിട്ട് അതിനെക്കുറിച്ച് ആ ഒരു സംവിധാനത്തിലുള്ള അന്വേഷണം നടത്തണോ? ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് ഒരു വിഷയത്തെ പൊളിറ്റിക്കലായിട്ട് സമീപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് CJPയേക്കാൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഈ കോൺഗ്രസ് പോയി എന്നുള്ളതാണ്. കോൺഗ്രസിന് അതിമനോഹരമായിട്ട് ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ ഈ സോണം വാക്ചുക്കിന് ശേഷം രാഹുൽ ഗാന്ധി സത്യാഗ്രഹം തുടരുകയും അതേപോലെ സേവ് ദ ഇന്ത്യൻ യൂത്ത് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമൊക്കെ മുമ്പോട്ട് വെച്ചിരുന്നു എങ്കിൽ ഒരു രാഷ്ട്രീയമായ ദിശാബോധം കിട്ടുകയും ഈ വിഷയത്തിലെ രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുകയും യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിപ്പോ അതല്ല, CJPയുടെ സമരം കോൺഗ്രസ് ഇത് അടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുക ചെയ്യും. അത് തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നിപ്പം BJP സർക്കാർ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കോൺഗ്രസിന്റെ നിലപാട് മാറ്റിയിട്ട് ഇല്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ട് ശേഷമേ ചർച്ചയുള്ളൂ. അപ്പൊ ഇതുകൊണ്ട് ഈ പാർലമെന്റിലൂടെയും ഈ വിഷയം നമുക്ക് ഗണ്യമായ ഒരു രീതിയിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അവിടെയൊക്കെ BJPക്ക് നല്ല അവസരങ്ങളാണ്. അതായത് ഈ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിഷേധാത്മകമായ നടപടികൾ, അതേപോലെ കോൺഗ്രസ് സ്വീകരിക്കുന്ന ജനായത്ത വിരുദ്ധമായിട്ടുള്ള, അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയകളാണ്. ഉദാഹരണത്തിന് ഇപ്പം ഇന്നലെ പ്രധാനമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ നടത്തിയതൊക്കെ അതിനകത്ത് 2 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. കാരണം അവരൊക്കെ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആൾക്കാരാണ്, MP മാരും MLA മാരും എല്ലാം. അപ്പൊ അത് ഭരണഘടനയോട് കൂറ് പുലർത്തുമെന്ന് പ്രഖ്യാപിക്കുകയും അതേ സമയത്ത് തന്നെ നമ്മുടെ നിലവിലുള്ള ചില വ്യവസ്ഥകളെ ലംഘിക്കുകയും ചെയ്യും. അപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരും, നിയമലംഘനങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ടി വരും. ഇതല്ല, ഇത് പറയാതെ മുൻകൂട്ടി അറിയിക്കാതെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക്, ഒരു ജനായത്ത സംവിധാനത്തിലെ ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ പാർട്ടി പോകുന്നത് ശരിയല്ല. ഇതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ വിഷയം ഇവിടെ ഇവിടെ അഡ്രസ് ചെയ്യപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. മറിച്ച് കോൺഗ്രസിന്റെ ഒരു നിലനിൽപ്പ് രാഷ്ട്രീയം പോലെ, അതല്ലെങ്കിൽ ഒരു പ്രാധാന്യത്തിൽ നിലനിൽക്കാനുള്ള, ഇപ്പൊ പറഞ്ഞ ഓരോ മാധ്യമങ്ങൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും ഇത് രാഹുൽ ഗാന്ധിയുടെ ഭയങ്കര സ്കോറിംഗ് ആണ്, ഭയങ്കര ഒരു എന്താ പറയാ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയി പോയി എന്നൊക്കെ വേണമെങ്കിൽ ചില മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരിക്കാം. അതും ഈ BJPക്കോ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിക്കോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ കുറച്ച് കൂടുതൽ പ്രാധാന്യം കിട്ടുമെന്നുള്ളതല്ലാതെ ഈ വളരെ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട അതല്ലെങ്കിൽ പരിഹരിക്കപ്പെടേണ്ട ഒരു ഗുരുതരമായ വിഷയം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, +2ന്റെ ഇത് CBSE എക്സാം, നീറ്റ് എക്സാം തുടങ്ങിയിട്ടുള്ള എക്സാമിനേഷനുകൾ, പരീക്ഷകളെല്ലാം തകരാറിലാകുകയാണെങ്കിൽ താറുമാറാവുന്ന ഒരു അവസ്ഥ എത്തിയിരുന്നു. ഇത് ഉദാഹരണത്തിന് സുന്ദർ പിച്ചൈ ഇന്ന് ഗൂഗിളിന്റെ CEO ആണ്.
അദ്ദേഹവും വെറും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച മനുഷ്യനാണ്. ആ മനുഷ്യൻ വീട്ടിലൊരു ടെലിഫോൺ പോലും ഇല്ലാത്ത വീട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് നമ്മളുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും പരീക്ഷാ സമ്പ്രദായവും ഒക്കെയാണ് സഹായിച്ചത്. അപ്പൊ ഇതേപോലെ എത്രയോ ലക്ഷം ആൾക്കാർ ഈ പറഞ്ഞ പോലെ പഠിക്കാൻ സമർത്ഥരായിട്ടുള്ള, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലുള്ള യുവതി യുവാക്കളുടെ മുമ്പിലുള്ള ഒരു വലിയ ആശങ്കയാണ്. അതാണ് ഇതിനകത്ത് രാഷ്ട്രീയം. അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് CJPക്കും കഴിയുന്നില്ല, പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിയുന്നില്ല, കോൺഗ്രസിനും കഴിയുന്നില്ല. അവിടെയാണ് ഈ CJPയേക്കാൾ വളരെ രാഷ്ട്രീയ ദിശാബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ കോൺഗ്രസ്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് അല്ല സാർ? ഓപ്പോസിഷൻ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ പാർലമെന്റിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഇന്ത്യ മുന്നണി പ്രതിപക്ഷ മുന്നണിയിലെ മുഖ്യ പാർട്ടിയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്രതിഷേധം ഡൽഹിയിൽ നടത്തുമ്പോൾ ഒരു മുന്നണിയുമായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മുന്നണി ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് കൂട്ടായ ഒരു പ്രവർത്തനം നടത്തേണ്ടത്, അതിലൂടെയൊക്കെയല്ലേ ഒരു പ്രതിപക്ഷത്തിന്റെ ശക്തിയെ ഉരുത്തിരിഞ്ഞ് രൂപപ്പെടുത്തി കൊണ്ടുവരേണ്ടത്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുമില്ലാതെ വെറും വളരെ മയോപ്പിക്, അതായത് വളരെ ഈ തൽക്കാലം മൂക്കിന് തുമ്പിൽ മാത്രം കാണുന്ന ചില രീതിയിലുള്ള നടപടികളുമായിട്ട് ബാലിശമായിട്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മളിപ്പോ കാണുന്നത്. നമുക്ക് ഇന്നിപ്പം വളരെ, ഞാൻ പറഞ്ഞു, നമ്മൾക്കൊക്കെ കുട്ടികളുള്ളതാണ്. അപ്പൊ അവരുടെയൊക്കെ മുമ്പിലുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു നമ്മുടെ നിലനിൽക്കുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റം ഇവിടെ തകരാറിലായിരിക്കും. അതിനെ കറക്റ്റ് ചെയ്യുക, ഇവിടെയാണ് അതിന്റെ രാഷ്ട്രീയം വരുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ CJP എന്നുള്ളത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ അവരുടെ പിന്നെ ധർണയിലെ അല്ലെ മാർച്ചിലെ ചിത്രങ്ങൾ എടുത്ത് നോക്കുക. ഭഗത് സിംഗിന്റെ ചിത്രമുണ്ട്, അംബേദ്കറിന്റെ ചിത്രമുണ്ട്, ഗാന്ധിജിയുടെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ അതേപോലെ SFIക്കാരുണ്ട്, പിന്നെ ഇടതുപക്ഷ സംഘടനകളുടെ മറ്റുള്ള മറ്റേ വിഭാഗക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു അവിയൽ പോലെയാണ് കാണുന്നത്. ഇതെല്ലാം കാണുന്നത് ഒരു ദിശാബോധമില്ലായ്മയാണ് കാണുന്നത്. അപ്പൊ അവിടെയാണ് ഇതിന്റെയൊക്കെ ഒരു ഈ CJPയുടെ ആണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പൊ ഡൽഹിയിൽ കാണുന്ന ഒരു ധർണയുടെ ഒക്കെ ആണെങ്കിലും അപ്പൊ ഒരു താൽക്കാലികമായ പ്രതിഭാസം എന്ന് പറയാൻ കാരണം അതാണ്. വേണമെങ്കിൽ ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ജെൻസി അപ്രൈസിംഗ് ഇൻ ഇന്ത്യ, ജെൻസി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളുടെ പ്രക്ഷോഭം ഇതാ ഇന്ത്യയിലും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവർ മുമ്പോട്ട് ഇപ്പം നേപ്പാളിലെ പോലെയോ ഇപ്പൊ നേപ്പാളിൽ ഉണ്ടായതുപോലെ ഒരു അപ്രൈസിംഗ് അല്ല ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെയല്ല അല്ല സാർ, ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെയും അല്ല, ബംഗ്ലാദേശിൽ ഉണ്ടായതുപോലെയും അല്ല, അതുപോലെയല്ല. അപ്പൊ ആ രീതിയിൽ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു അപ്രൈസിംഗ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഏതായാലും സാർ ഇത് കോൺഗ്രസ് വൈകിപ്പോയി അല്ലെ സാർ? കോൺഗ്രസ് വൈകിപ്പോയി ഈ തീരുമാനത്തിൽ. അതുപോലെ സാറ് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലെ കോൺഗ്രസ് വൈകിപ്പോയെന്നല്ല, അവർക്ക് രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത നടപടിയായിപ്പോയി എന്നുള്ളതാണ്. ഇപ്പൊ ഇത് പല ഘട്ടങ്ങളിലും ഈ സമരത്തിന്റെ CJPയുടെ സമരത്തെ ഉദാഹരണത്തിന് ശശി തരൂരൊക്കെ അത് മുൻകൂട്ടി പിന്നെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതുമാണ്. ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ തള്ളിക്കളയുന്നത്. അവിടെയാണ് ലീഡർഷിപ്പ് വേണ്ടത്. ഒരു വിഷയത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതിന്റെ അടിസ്ഥാന കാരണങ്ങളും മറ്റു വിവിധ വശങ്ങളും കണ്ടെത്തിയിട്ട് അതിനകത്തുള്ള സൂക്ഷ്മ രാഷ്ട്രീയത്തെ കണ്ടെത്തി മുമ്പോട്ട് വെച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ കൂടെ നിർത്തി, അങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ആ പ്രക്രിയയുടെ അറിവില്ലായ്മയാണ്, ആ നേതൃത്വത്തിന്റെ പക്വതയില്ലായ്മയും ഒക്കെയാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത്. ഇത് നോക്കിക്കോളൂ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ഇഷ്യൂ അല്ലാതായി മാറും. അവിടെയാണ് രാഷ്ട്രീയമായിട്ട് ഈ പറഞ്ഞതുപോലെ ആ അടിസ്ഥാന വിഷയം പരിഹരിക്കപ്പെടാതെയോ അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് അത് ഒരു തിരുത്തപ്പെടാതെയോ പോകുന്നത്. അവിടെയാണ് ഇതിന്റെ അപകടം. അപ്പൊ ഈ സംവിധാനം, പരീക്ഷാ സംവിധാനം യുവാക്കൾക്ക് രക്ഷപ്പെടാനുള്ള ഏക ജാലകമാണത്, സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക്. അപ്പൊ അത് കുറ്റമറ്റതായെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അരാജകത്വം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഏതായാലും സാർ, ഇതൊരു ബംഗ്ലാദേശ്, ഇവിടെ ഒരു ബംഗ്ലാദേശ് അല്ല, ഇതൊരു നേപ്പാൾ അല്ല. ഇത് സാറ് പറഞ്ഞ പോലെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ജെൻസി കലാപം എന്നൊരു വാർത്ത മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ അല്ലെ? ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ, ഈ സംഭവം നമ്മുടെ വിസ്മൃതിയിലേക്ക് മാറും. കാര്യം അവിടെ അതിനകത്ത് പല മാധ്യമങ്ങളിലും
ഈ ചില ഇന്റർവ്യൂസ് ഒക്കെ കാണിച്ചു. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ കൊച്ചിയിൽ നിന്ന് പോയ ഒരു യുവാവ്, അദ്ദേഹം ഫ്ലൈറ്റ് കയറി ഡൽഹിയിൽ എത്തിയതാണ്. അപ്പൊ കേരളത്തിലെ ഏതോ ഒരു എനിക്ക് തോന്നുന്നു ഏത് ചാനലാന്ന് തോന്നുന്നില്ല, ഓർക്കുന്നില്ല. അവർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് വന്നത്, വരണമെന്ന് തോന്നി. അപ്പം എന്താണ് വിഷയം, അത് ഞാൻ പഠിക്കാനൊന്നും അത്ര വലിയ വിഷയമൊന്നുമല്ല, പക്ഷെ പഠിക്കുന്നവർക്ക് ഉള്ള പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് താൻ ഡൽഹിയിലേക്ക് വന്നത് എന്നുള്ളതിന് ഒരു കൃത്യമായ ഒരു ധാരണ പോലും അല്ലെങ്കിൽ കിട്ടുന്നില്ല. അപ്പൊ അതിനകത്ത് പങ്കെടുത്ത പലരിലും കാണുന്നുണ്ട്. ഇന്നിപ്പോ അതുപോലെ തന്നെ CJPയുടെ സ്പോക്സ് പേഴ്സണ്, വക്താവിനെ ഒഴിവാക്കിയിരിക്കുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തൊട്ടടുത്ത പിന്നെ ഷോപ്പിൽ പോയിട്ട് ബർഗർ തിന്നോണ്ടിരുന്ന ഇത് കണ്ടു. അപ്പൊ ഇതേപോലൊക്കെയുള്ള, അതുപോലെ തന്നെ പിന്നെ ധർണ നടത്തിയപ്പോൾ തന്നെ നേതാവില്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പൊ ഇതൊക്കെ വളരെ അരാജക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് തുല്യമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതേ സമയത്ത് ഈ യുവാക്കളുടെ ഇഷ്യൂ വളരെ പ്രധാനമാണ്. അവിടെയാണ് ഇതിന്റെ ഒരു സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത്. യുവാക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അവരുടെ ആശങ്കകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. അതില്ലാതൊന്നും. പക്ഷെ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ ഈ പറയുന്ന CJP എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമത്തിലൂടെ ഉണ്ടായ സംഘടനയ്ക്ക് കഴിയുന്നില്ല, അല്ലെ സാർ? അത് കഴിയില്ല എന്നുള്ളത് വ്യക്തമല്ലേ. മടിച്ചുകൾക്കും മടിയന്മാർക്കും സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മീമിൽ നിന്നുണ്ടായ ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ കഴിയുക? അലസമായി ജീവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അലസന്മാർക്കും അലസത്തികൾക്കും ഇതാ ഒരവസരം. അതുപോലെ തന്നെ പാർട്ടിയുടെ പേര് കോക്രോച്ച്, പാറ്റകൾ. അപ്പൊ ഇതൊക്കെ ഒരു പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു നിമിഷ നേരത്തേക്ക് കിട്ടുന്ന ഒരു രസം, ആ രസത്തിന് തുടങ്ങിയ ഒരു സംഗതി പോലെയാണ് തുടങ്ങുന്നത്. അതിന്റെ പിന്നിൽ മറ്റു അജണ്ടകളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും സാർ, നമുക്ക് ഇന്നത്തെ ദിവസം കൂടെ ഒന്ന് കഴിയട്ടെ. ഇന്നത്തെ ഒരു ദിവസവും കൂടെ നമുക്ക് പറഞ്ഞോളൂ സാർ അതുകൂടെ പറഞ്ഞോളൂ, നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ഈ രാഷ്ട്രീയമായ വിഷയം അഡ്രസ് ചെയ്യാനുണ്ട്. പക്ഷെ അത് അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു. അതിനുള്ള പ്രതിപക്ഷവുമില്ല. ഈ പറഞ്ഞതുപോലെ യുവാക്കളുടെ ഒരു സംഘടന, അല്ലെങ്കിൽ യുവാക്കളുടെ ഒരു സംഘടനയായിട്ട് ഉയർന്നു വന്ന 2 മാസം കൊണ്ട് ഉയർന്നു വന്ന ഈ ഒരു സംഘടനയ്ക്ക് അതിനുള്ള ശേഷിയുമില്ല. അതാണ് നമ്മളിപ്പോ കാണുന്നത്. ഏതായാലും നമുക്ക് തുടർന്നും ഈ വിഷയം എന്താകും എന്നുള്ളത് നോക്കാം. അതനുസരിച്ച് അപ്ഡേഷൻ നമുക്ക് ഇരിക്കാം. തൽക്കാലം നമുക്ക് വിഷയം നിർത്താം. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.